ഇപ്പോൾ പുറത്തുവരുന്ന ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ നിന്ന് കാണാതായ 12 വയസ്സുകാരനെ കണ്ടെത്തി. കുറുവൻകോണത്ത് നിന്നുമാണ് കുട്ടിയെ കണ്ടെത്തിയത്. വീട്ടുകാർ വഴക്ക് പറഞ്ഞതിലുള്ള ദേഷ്യത്തിൽ വീട് വിട്ടു പോയതെന്നാണ് കുട്ടി പറയുന്നത്. ഇപ്പോൾ വിഷ്ണു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഏറെ ആശ്വാസകരമായൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കുട്ടി പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ്? കുറുവൻകോണത്ത് എവിടെ നിന്നുമാണ് കുട്ടിയെ കണ്ടെത്തിയത്? ലിവി, കുട്ടിയെ രാവിലെ മുതലാണ് കാണാതായത്. വീട്ടിലെ നായയുമായി നടക്കാൻ ഇറങ്ങിയ കുട്ടിയാണ് ആ, ആ, കാണാതായത്. കുട്ടിയെ കാണാതായതിന് പിന്നാലെ നായ വീട്ടിലേക്കും തനിച്ച് തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിൽ നിന്ന് പോലീസിന് വ്യക്തമായിരുന്നത് കുട്ടിയുടെ കൂട്ടുകാരുമായി കുറച്ച് ദിവസങ്ങളായി തന്നെ പറയുന്നുണ്ട് വീട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങളും വീട്ടുകാർ വഴക്ക് പറയുന്നത് കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വീട് വിട്ടു പോകാനുള്ള തീരുമാനമുണ്ടെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും പോയതാവാമെന്ന് പോലീസിന് വ്യക്തമായത്. 12 വയസ്സുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോകാനുള്ള സാധ്യതയും കണക്കാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി. പിന്നീടാണ് തിരുവനന്തപുരത്ത് കുറവൻകുളം, അതായത് ഏകദേശം ഈ കുട്ടിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് കുട്ടിയെ ഇപ്പോൾ കണ്ടെത്തിയത്. കുട്ടിയെ കണ്ടെത്തിയോടെ പോലീസിന് വ്യക്തമായത് വീട്ടിൽ വഴക്ക് കിട്ടുന്നതിന്റെ ഒരു ഇഷ്ടക്കേട് മൂലമാണ് കുട്ടി വീട് വിട്ട് ഇറങ്ങിയതെന്നാണ്. ഏതായാലും ഇപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടിയെ കണ്ടെത്തിയത് തന്നെ വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. അതുകൊണ്ട് കുട്ടിയെ ഉടൻ തന്നെ വീട്ടുകാരെ ഏൽപ്പിക്കും. ഏതായാലും ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കുകയാണ്. ദിപേഷ്. ശരി വിഷ്ണു, തിരുവനന്തപുരം നാലാഞ്ചിറയിൽ നിന്ന് കാണാതായ 12 വയസ്സുകാരനെ കുറുവൻകോണത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. വീട്ടുകാർ വഴക്ക് പറഞ്ഞതിനുള്ള ദേഷ്യത്തിലാണ് വീട് വിട്ടുപോയതെന്നാണ് കുട്ടി പറയുന്നത്. വിവരങ്ങളാണ് വിഷ്ണു നൽകിയത്.